PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 3 പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ്. അത് നമ്മൾ കോഡിലൂടെ തന്നെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏറ്റവും നവോത്ഥാന നായകന്മാരിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് പഠിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുള്ള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, ഈ 3 പേരെയാണ് നമ്മൾ കോഡിലൂടെ വളരെ എളുപ്പത്തിൽ ഇനി ഒരിക്കലും മറക്കാത്ത രീതിയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ശ്രീനാരായണ ഗുരുവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറേയധികം വർഷങ്ങളും കൂടെ ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ആ വർഷങ്ങളും കൂടെ നിങ്ങൾക്ക് കോഡിലൂടെ കിട്ടാൻ പാകത്തിനാണ് നമ്മൾ കോഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ കോഡുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ശ്രീനാരായണ ഗുരുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 5 തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു. എപ്പോഴാണ്? 1881 ശ്രീനാരായണ ഗുരു 5 തെങ്ങിൽ സ്കൂൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സ്റ്റോറിയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോറി ഇങ്ങനെയാണ് വരുന്നത്. അതായത് സ്കൂൾ ഉണ്ടല്ലേ, ഫസ്റ്റ് നമുക്ക് 5 തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ അവിടെ സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയിലൂടെയാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കഥയല്ല, ശ്രീനാരായണ ഗുരുവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു കഥയിലൂടെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കഥ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ 5 തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചത് 1881. അപ്പോൾ ഈ വർഷവും ഈ സംഭവവും നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ്? ആദ്യം തന്നെ നമുക്ക് നോക്കാം. 5 തെങ്ങ് എന്ന് പറയുമ്പോൾ ഇവിടെ 5 ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു കുട്ടി നമ്മളിപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ ചേർത്തുന്നത് 5 വയസ്സാവുമ്പോഴാണ്. 5 വയസ്സ്. ഓക്കെ, 5 വയസ്സിലാണ്. എത്രാം ക്ലാസ്സിലാണ് നമ്മൾ ചേർത്തുന്നത്? 1ാമത്തെ ക്ലാസ്സിലോട്ട്. ഓക്കെ, 5 വയസ്സാകുമ്പോഴാണ് നമ്മൾ കുട്ടികളെ 1ാം ക്ലാസ്സിലോട്ട് അല്ലേ, 1ാം ക്ലാസ്സിലോട്ട് സ്കൂളിലോട്ട് നമ്മൾ പറഞ്ഞയക്കുന്നത്. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചത് 1881. 1880 വരെ നമുക്ക് കിട്ടും അല്ലേ. 1 ആണോ 2 ആണോ 3 ആണോ അതൊക്കെ ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈ ഒരു 1 എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം 1ാം ക്ലാസ്സിലോട്ട് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 5 വയസ്സിലാണ്. 5 വയസ്സിലാണ് സ്കൂളിലോട്ട് 1ാം ക്ലാസ്സിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ 5 തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചത് 1881 എന്നുള്ളത് ആ ഒരു കണക്ഷൻ കിട്ടുമല്ലോ. ഓക്കെ, ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിൽ ചേർത്തു കേട്ടോ. അതാണ്ടല്ലേ, 5 വയസ്സായ കുട്ടിയാണ്, 1ാം ക്ലാസ്സിലോട്ട് ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് 1ാം ക്ലാസ്സിലോട്ട് പോകുന്ന കുട്ടി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൊത്തം വരുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കുക. 5 വയസ്സുള്ള കുട്ടി 1ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോകുന്നത്. അങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത്
നമ്മൾ 1-ാം ക്ലാസ്സിലാണല്ലോ ആദ്യമായിട്ട് പോകുന്നത്. പിന്നെ അപ്പോൾ അവിടെയുള്ള മുതിർന്നവരാരാണ്? 2-ാം ക്ലാസ് മുതലുള്ളവർ അങ്ങോട്ടൊക്കെ അവരുടെ സീനിയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആരാണ്? അവിടെ ചട്ടമ്പിയെ പോലെ ഇവരെ റാഗിങ് ഒക്കെ ചെയ്യും അല്ലേ. നമ്മളറിയാം മുതിർന്ന ക്ലാസ്സിലുള്ള കുട്ടികൾ താഴെയുള്ള ക്ലാസ്സിൽ ആദ്യമായിട്ട് വരുന്ന കുട്ടികൾ എന്താണ്? അവർ റാഗ് ചെയ്യും അല്ലേ. അപ്പോൾ ചട്ടമ്പി ആയിട്ടുള്ള 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചട്ടമ്പി ആയിട്ടുള്ള ഒരു കുട്ടിയെ ആര് കണ്ടുമുട്ടി? ഈ 1-ാം ക്ലാസ്സിലോട്ട് ആദ്യമായിട്ട് പോകുന്ന നമ്മുടെ ഹീറോ കണ്ടുമുട്ടി. ഓക്കെ, 1-ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടിയാണ് നമ്മുടെ ഹീറോ. അപ്പോൾ ഹീറോ ആരെ കണ്ടുമുട്ടി? 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചട്ടമ്പി ആയിട്ടുള്ള ഒരു പയ്യനെ കണ്ടുമുട്ടി. ഓക്കെ, അതേ കണ്ടില്ലേ, അടുത്ത് പേടിപ്പിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ചട്ടമ്പി ആയിട്ടുള്ള ഒരു പയ്യനെ കണ്ടുമുട്ടി. അപ്പോൾ എന്താണ് നമുക്ക് ആ സംഭവം കിട്ടിയല്ലോ. ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത് 1882 അതാണ് ചട്ടമ്പി ആയിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞത്. ഓക്കെ, 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചട്ടമ്പി ആയിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടുമുട്ടി. ഓക്കെ, ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടുന്നത് 1882 ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടുന്നത്. കിട്ടിയല്ലോ. ഓക്കെ, ഒന്നുകൂടെ പറയാം. എന്താണ്, നമ്മൾ 5 വയസ്സാകുമ്പോൾ 1-ാം ക്ലാസ്സിലോട്ടാണ് ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോൾ 5 തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചത് 1881. അങ്ങനെ 1-ാം ക്ലാസ്സിലോട്ട് പോയുന്ന സമയത്ത് അവിടെ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് സീനിയേഴ്സ് അല്ലേ. അപ്പോൾ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചട്ടമ്പി ആയിട്ടുള്ള ഒരു കുട്ടിയെ ആര് കണ്ടുമുട്ടി? ഈ കുട്ടി കണ്ടുമുട്ടി. അപ്പോൾ ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത് 1882. ആ 2 കിട്ടാനാണ് ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ എന്ന് പറഞ്ഞത്. ഓക്കെ, 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചട്ടമ്പി ആയിട്ടുള്ള ഒരു കുട്ടിയെ കണ്ടുമുട്ടി. അപ്പോൾ ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത് 1882. ഓക്കെ, അപ്പോൾ കണ്ടുമുട്ടി. എന്നിട്ട് എന്ത് സംഭവിച്ചു? കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ ആ കുട്ടി എന്ത് ചെയ്തു? അവനെ എഴുന്നേൽപ്പിച്ചു. ഓക്കെ, ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ പിടിച്ച് എന്ത് ചെയ്തു? എഴുന്നേൽപ്പിച്ചു. എന്തിനാണ് എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞത്? 7 കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1887 കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ക്ലാസ്സിന് പുറത്ത് നിർത്തി. ഓക്കെ, ക്ലാസ്സിന് പുറത്ത് നിർത്തി. പുറം എന്ന് പറയുമ്പോൾ അരുവിപ്പുറം ക്ഷേത്ര നിർമ്മാണം അവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അരുവിപ്പുറം ക്ഷേത്ര നിർമ്മാണം. എഴുന്നേറ്റ് നിർത്തി കേട്ടോ. എഴുന്നേറ്റ് നിർത്തിയിട്ട് എന്ത് ചെയ്തു? പുറത്ത് കൊണ്ടുവന്നിട്ട് നിർത്തി. എന്നിട്ട് അവൻ 8ന്റെ പണി കൊടുത്തു. അവൻ എന്ത് ചെയ്തു? 8ന്റെ പണി കൊടുത്തു. എന്താണ്? അവനെ ക്ലാസ്സിന് മുന്നിൽ പ്രതിഷ്ഠിച്ചു. ഓക്കെ, ക്ലാസ്സിന് മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ട് എന്ത് ചെയ്തു? അവനെ 8ന്റെ പണി കൊടുത്തു. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ക്ലാസ്സിൽ എന്താണ്? 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആരെയാണ് കണ്ടുമുട്ടിയത്? 2-ൽ പഠിക്കുന്ന ഒരു ചട്ടമ്പിനെ കണ്ടുമുട്ടി. അപ്പോൾ ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടി. അവരെന്ത് ചെയ്തു? അവനെ ക്ലാസ്സിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. 1887 കിട്ടാൻ വേണ്ടിയിട്ടാണ്. എഴുന്നേൽപ്പിച്ച് എന്ത് ചെയ്തു? പുറത്ത് നിർത്തി. അരുവിപ്പുറം ക്ഷേത്ര നിർമ്മാണം 1887. എഴുന്നേൽപ്പിച്ച് പുറത്ത് നിർത്തി. 1887 അരുവിപ്പുറം ക്ഷേത്ര നിർമ്മാണം. എന്നിട്ട് എന്ത് ചെയ്തു? അവനെ അവിടെ പ്രതിഷ്ഠിച്ചു അല്ലെ. ഇങ്ങനെ എന്താണ്, നിർത്തി എന്ന് പറയുന്നതിനാണ് പ്രതിഷ്ഠിച്ചു. അവനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് എന്ത് ചെയ്തു? അവനെ 8ന്റെ പണി കൊടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അവനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888. അപ്പോൾ 8ന്റെ പണിയാണ്. അപ്പോൾ മൊത്തം എന്താണ്? 8ന്റെ കളിയാണ് അല്ലെ. 8ന്റെ പണിയാണ്. അപ്പോൾ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. ഓക്കെ, അപ്പോൾ അവനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് എന്താണ്? 8ന്റെ പണി കൊടുത്തു. എന്താണ് ആ പണി എന്ന് പറയുന്നത്? അവനെ കൊണ്ട് ആശാനെ എന്ന് വിളിക്കാൻ പറഞ്ഞു അല്ലേ. അവർ സീനിയേഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കണം? ഏതാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച പണി. ഓക്കെ, അവനെ 8ന്റെ പണി കൊടുത്തു. എന്താണ് പണി കൊടുത്തത്? ആശാനെ എന്ന് വിളിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് വിളിക്കേണ്ടത്? ഇനി മുതൽ നീ ഞങ്ങളെ ആശാനെ എന്ന് വിളിക്കണം. ഓക്കെ, ആശാനെ എന്ന് വിളിക്കേണ്ടത് എത്ര പ്രാവശ്യം വിളിക്കണം, അല്ലെങ്കിൽ ഏതുവരെ വിളിക്കണം എന്നാണ് പറഞ്ഞത്? 10ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. അപ്പോൾ ഇപ്പോൾ അവൻ 1-ലല്ലേ. 9ാം ക്ലാസ് എത്തുന്നത് വരെയും 1 മുതൽ 9ാം ക്ലാസ് എത്തുന്നത് വരെയും എന്ത് വിളിക്കണം? ആശാനെ എന്ന് വിളിക്കണം. ഓക്കെ, 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് എത്തുന്നത് വരെയും എന്ത് വിളിക്കണം? ആശാനെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 1891 ആ 9ഉം 1ഉം കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 മുതൽ 9ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് എത്തുമ്പോൾ അവരും എന്താണ്? സീനിയേഴ്സ് ആയല്ലോ. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് വരെയും ഇവരെ എന്താണ്? ജൂനിയേഴ്സ് ആയിട്ട് തന്നെയല്ലേ തുടരുന്നത്. അപ്പോൾ 1 മുതൽ 9ാം ക്ലാസ് വരെയും അവരെ എന്ത് വിളിക്കണം എന്ന് പറഞ്ഞു? ആശാനെ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുമാരൻ ആശാനെ കണ്ടുമുട്ടിയത് 1891. അപ്പോൾ ഇതെന്താണ്? ഇപ്പോൾ ഈ കഥ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ അതുപോലെ തോന്നും. പക്ഷെ നമുക്ക് എക്സാം ടൈമിൽ എന്തായാലും ഓർമ്മ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ഷൻ അവിടെ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ 1 മുതൽ 9ാം ക്ലാസ് വരെ എത്തുന്നത് വരെ എന്തെന്ന് വിളിക്കണം പറഞ്ഞു? ആശാനെ എന്ന് വിളിക്കാനായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ വിളിച്ചില്ലെങ്കിൽ അപ്പോൾ എന്താണ്? ആശാനെ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞത് കുമാരനാശാനെ കണ്ടുമുട്ടി. ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത് എപ്പോഴാണ്? 1891. ഓക്കെ, അപ്പോൾ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലോട്ട് പോകുന്ന വരെ ആശാനെ എന്ന് വിളിക്കണം. ഓക്കെ, കുമാരനാശാനെ കണ്ടുമുട്ടി. കിട്ടിയോ? ഇനി അങ്ങനെ ആശാനെ എന്ന് വിളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്? അടിച്ച് പല്ല്. ഓക്കെ, പല്ലടിച്ച് തെറിപ്പിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ആശാനെ എന്ന് വിളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും?
പല്ല് അടിച്ച് തെറിപ്പിക്കും. ഓക്കെ, പല്ല് അടിച്ച് തെറിപ്പിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, പല്ല് എന്ത് ചെയ്യും? അടിച്ച് തെറിപ്പിക്കും. അപ്പോൾ ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയത് 1895. ഓക്കെ, 1895 ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയത്. അതാണ് അടിച്ച് പല്ല് തെറിപ്പിക്കൂ എന്ന് പറഞ്ഞത്. ആശാനെ എന്ന് വിളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അടിച്ച് പല്ല് തെറിപ്പിക്കും. അപ്പോൾ 1895 ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയത്. ഓക്കെ, അത് കിട്ടിയല്ലോ. അപ്പോൾ 1895 അവിടെ ഒന്ന് ജസ്റ്റ് പഠിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ എങ്ങനെ ഓർക്കാം? നമുക്ക് ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയെന്നാണ് അല്ലേ. അപ്പോൾ പല്ലടിച്ച് തെറിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 5 വരെ എണ്ണും, അതിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ പല്ലടിച്ച് തെറിപ്പിക്കും എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു നോക്കുവാണെങ്കിൽ നമുക്ക് 1895 എന്നും കൂടെ അവിടെ ഒരു കണക്ഷൻ കിട്ടിക്കോളും. അപ്പോൾ അടിച്ച് പല്ല് തെറിപ്പിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഹീറോ എന്താണ് ചെയ്യുന്നത്? വായും പൂട്ടി നിന്നു. ഓക്കെ, എങ്ങനെ നിന്നു? വായും പൂട്ടി നിന്നു. ഈ 8ന്റെ പണി കിട്ടിയപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു? വായും പൂട്ടി നിന്നു. അപ്പോൾ വായും പൂട്ടി എന്നുള്ളതിൽ നിന്നും വാവൂട്ട് യോഗം രൂപീകരിച്ചു. 1898 വാവൂട്ട് യോഗം രൂപീകരിക്കുന്നത്. ഓക്കെ, 8ന്റെ പണി കിട്ടിയപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു? വായും പൂട്ടി നിന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വാവൂട്ട് യോഗം രൂപീകരിച്ചത് എപ്പോഴാണ്? 1898. 8ന്റെ പണി കിട്ടിയപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് കേട്ടോ 8 എന്നുള്ളത് അവസാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1898 വാവൂട്ട് യോഗം രൂപീകരിച്ചത്. ഓക്കെ, വായും പൂട്ടി നിന്നു. ഈ പണിയെല്ലാം കിട്ടിയപ്പോൾ കണ്ടില്ലേ, വായും പൂട്ടി നിന്നു. ചുമ്മാതെ അങ്ങ് വായും പൂട്ടി നിൽക്കുമല്ല, അവൻ്റെ നിൽക്കുന്ന പൊസിഷൻ കണ്ടോ? എങ്ങനെയാണ് നിൽക്കുന്നത്? മനസ്സിൽ നാരായണ മന്ത്രവും ജപിച്ചിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ്? മനസ്സിൽ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എത്ര തവണ ജപിച്ചു? 3 തവണ ജപിച്ചു. ഓക്കെ, മനസ്സിൽ നാരായണ മന്ത്രം എത്ര തവണ ജപിച്ചു? 3 തവണ ജപിച്ചുകൊണ്ടാണ് മൂപ്പര് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നാരായണ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം 1903 3 തവണ ജപിച്ചു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിക്കുന്നത്. 1903 3 തവണ നാരായണ മന്ത്രം ജപിച്ച് നിന്നു. ഓക്കെ, ഇനി അങ്ങനെ ജപിച്ച് നിന്ന് കഴിഞ്ഞിട്ട് മൂപ്പർ എന്ത് പറ്റി? വീട്ടിലോട്ട് പോയി. ഓക്കെ, ആ ഒരു ദിവസം കഴിഞ്ഞു, വീട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്താണ്? പിറ്റേ ദിവസത്തെ കാര്യം ആലോചിക്കാൻ കേട്ടോ. പിറ്റേ ദിവസം പോയിട്ട് 4 പേരുടെ മുമ്പിൽ പോവണ്ടേ? ഓക്കെ, 4 പേരുടെ മുമ്പിൽ നാണം കെട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളത് വിവേകത്തോടെ ഒന്ന് ചിന്തിച്ചു. ഓക്കെ, മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ നാണക്കേടാണല്ലോ ഇങ്ങനെ റാഗിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ 4 പേരുടെ മുമ്പിൽ നാണം കെടണ്ട എന്നുള്ളത് വിവേകത്തോടെ ചിന്തിച്ച് അവൻ എന്ത് ചെയ്തു? പിറ്റേ ദിവസം സ്കൂളിൽ ഹാജരായില്ല. ഓക്കെ, ഹാജരാകുന്നതിൽ നിന്നും ഒഴിവായി. സ്കൂളിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവായി. അപ്പോൾ ഇതെവിടെ നിന്ന് എന്തൊക്കെ കിട്ടും? 4 ആളുടെ മുന്നിൽ നാണം കെടണ്ടെന്ന് വിചാരിച്ച് വിവേകത്തോടെ അവൻ എന്ത് ചെയ്തു? വിവേകത്തോടെ അതിൽ നിന്ന് നമുക്ക് SNDPയുടെ മുഖപത്രമായിട്ടുള്ള വിവേകോദയം 1904 എന്നുള്ളത് കിട്ടും. SNDPയുടെ മുഖപത്രം വിവേകോദയം വരുന്നത് എപ്പോഴാണ്? 1904 എന്നുള്ളത് കിട്ടും. അപ്പം അങ്ങനെ വിവേകത്തോടെ അവൻ എന്ത് ചെയ്തു? സ്കൂളിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവായി അല്ലേ. സ്കൂളിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവായി. എന്തിനു വേണ്ടിയിട്ടാണ്? 4 ആളുടെ മുന്നിൽ നാണം കെടണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം രണ്ടും എന്താണ്? 1904 SNDPയുടെ മുഖപത്രം വിവേകോദയം. ഓക്കെ, അപ്പോൾ വിവേകത്തോടെ ഹാജരാകുന്നതിൽ നിന്നും സ്കൂളിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ശ്രീനാരായണ ഗുരു കോടതിയിൽ നിന്നും ഹാജരാകുന്നത് അല്ലേ. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവായ വർഷം 1904. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയ വർഷം 1904 എന്നുള്ളത് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സ്കൂളിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവായി. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. അങ്ങനെ ഒഴിവായിട്ട് ഹാജരായില്ല. അപ്പോൾ വീട്ടിലിരിപ്പാണ് അല്ലേ. വീട്ടിലിരിക്കുമ്പോൾ എന്താണ്? നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ അമ്മമാരൊക്കെ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാൻ വിളിക്കും അല്ലേ. അപ്പോൾ ഒരു 12 മണിയോടടുപ്പിച്ച് അമ്മ ശാരദ കേട്ടോ, അമ്മയുടെ പേരെന്താണ് കുട്ടിയുടെ? ശാരദ. ശാരദാമ്മ എന്ത് ചെയ്തു? 12 മണിയോടടുപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഭോജനത്തിന് വിളിച്ചു. ഓക്കെ, എന്തിനു വിളിച്ചു? ഭോജനത്തിന് വിളിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു 12 മണിയോടടുപ്പിച്ച് ആയപ്പോഴത്തേനും അമ്മ ശാരദ എന്ത് ചെയ്തു? ഭോജനത്തിന് വേണ്ടി വിളിച്ചു. ഭക്ഷണം കഴിക്കാൻ എന്നുള്ളതിൽ നിന്ന് ഭോജനത്തിന് വേണ്ടി വിളിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 12 മണിയോടെ. 1912 അമ്മ ശാരദ എന്ന് പറയുമ്പോൾ ശാരദ മഠം സ്ഥാപിക്കുന്നത് 1912. അപ്പോൾ 12 മണിയോടുകൂടി അമ്മ ശാരദ എന്ന് പറയുമ്പോൾ ശാരദ മഠം 1912. എന്ത് ചെയ്തു? ഭോജനത്തിന് അല്ലേ, ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു. ഭോജനം, മിശ്രഭോജനം എപ്പോഴാണ്? 1915.
അപ്പോൾ അത് നമുക്ക് വർഷം കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അമ്മമാരെങ്ങനെയാണ് വിളിച്ചുകൊണ്ടേയിരിക്കും അല്ലേ, ഭക്ഷണം കഴിക്കാൻ വായോ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു 15 തവണ വിളിച്ചിട്ടുണ്ടാവും അല്ലേ, ഭോജനത്തിന് വേണ്ടി എത്ര തവണ വിളിച്ചിട്ടുണ്ടാവും, ഒരു 15 തവണ വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ ആര് കൂട്ടാക്കിയില്ല, മോൻ കൂട്ടാക്കിയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു, അമ്മ പറഞ്ഞു എന്ത്, ഒരു അലുവയുടെ പീസെങ്കിലും കഴിക്കും മോനെ അല്ലേ, ഒരു അലുവയുടെ പീസെങ്കിലും കഴിക്ക് എന്ന് ആര് പറഞ്ഞു, അമ്മ പറഞ്ഞു. അപ്പോൾ അലുവ എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913 കേട്ടോ. ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എപ്പോഴാണ്, 1913 ഓർത്തിരിക്കുക കേട്ടോ. ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. അപ്പോൾ ഒരു അലുവയുടെ കഷ്ണമെങ്കിലും കഴിക്കാൻ പറഞ്ഞ് അലുവ കൊണ്ട് കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ എന്താണ് മൂപ്പര് അലുവയൊക്കെ കഴിച്ച് കൂളായി. പിറ്റേ ദിവസം സ്കൂളിൽ പോകണം. ഓക്കെ, ചിന്തിക്കുവാണ് കേട്ടോ, പിറ്റേ ദിവസം സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയില്ലെങ്കിൽ എന്ത് പറ്റും, സംസ്കൃതം എക്സാമാണ്. മൂപ്പർക്ക് എന്താണ്, സംസ്കൃതം എക്സാമാണ് കേട്ടോ. എപ്പോഴാണ് എക്സാം, 6ാമത്തെ പീരീഡാണ്. 6ാമത്തെ പീരീഡ്, പിറ്റേ ദിവസം 6ാമത്തെ പീരീഡ് എന്താണ്, സംസ്കൃതം എക്സാമാണ്. സംസ്കൃതം എക്സാമിന് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ടീച്ചറായിട്ടുള്ള ശ്രീകല ടീച്ചർ കേട്ടോ. ഓക്കെ, ശ്രീകല ടീച്ചറായിട്ടുള്ള ശ്രീകല ടീച്ചർ മൂപ്പര് എന്ത് ചെയ്യും, നിലവിളിക്കും. ഓക്കെ, പോയില്ലെങ്കിൽ എന്താണ്, വഴക്ക് പറയുന്നുള്ളതിന് പകരം പറയുന്ന ഒരു വേർഡായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ പിറ്റേ ദിവസം 6ാമത്തെ പീരീഡ് എന്താണ്, സംസ്കൃതം എക്സാമാണ്. പോയില്ലെങ്കിൽ ശ്രീകല ടീച്ചർ എന്ത് ചെയ്യും, നിലവിളിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും, 6ാമത്തെ പീരീഡ് എന്ന് പറയുമ്പോൾ 1916 എന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ 1916 സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുന്നത്. ശ്രീനാരായണ ഗുരു സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ 6ാമത്തെ പീരീഡ് സംസ്കൃതം എക്സാം ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുന്നത് 1916. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ശ്രീകല ടീച്ചർ വഴക്ക് പറയും അല്ലേ. ശ്രീകല ടീച്ചർ 8ന്റെ പണി കൊടുക്കും എന്ന് ഓർത്താൽ മതി. ശ്രീകല ടീച്ചർ 8ന്റെ പണി കൊടുക്കും. അപ്പോൾ എന്താണ്, 1918 1ാം ശ്രീലങ്ക സന്ദർശനം. ശ്രീകല ടീച്ചർ എന്നുള്ളതിൽ നിന്ന് നമുക്ക് ശ്രീലങ്ക സന്ദർശനം കിട്ടുമല്ലോ. ഓക്കെ, ശ്രീകല ടീച്ചർ 8ന്റെ പണി കൊടുക്കും. അപ്പോൾ 1ാം ശ്രീലങ്ക സന്ദർശനം 1918. എന്ത് സംഭവിക്കും, ടീച്ചർ എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നിലവിളിക്കും അല്ലേ, വഴക്ക് പറയും. നിലവിളിക്കും എന്നുള്ളതിൽ നമുക്ക് എന്ത് കിട്ടും, നിലവിളക്ക് പ്രതിഷ്ഠ. കാരമുക്കിൽ നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് 1920. ഓക്കെ, 1920 നിലവിളക്ക് പ്രതിഷ്ഠ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിലവിളിക്കും. ടീച്ചർ എന്ത് ചെയ്യും, നിലവിളിക്കും എന്ന് പറയും. അപ്പോൾ എന്താണ്, അപ്പോൾ ആ നിലവിളിയൊന്നും കേൾക്കാൻ വയ്യാതെ മൂപ്പര് എന്ത് ചെയ്തു, പിറ്റേ ദിവസം ടാഗൊക്കെ കെട്ടിയിട്ട്. ഓക്കെ, ടാഗ് കണ്ടോ, എന്താണ് ഇവിടെ കഴുത്തിലൂടെ നമ്മൾ യൂണിഫോമിൻ്റെ കൂടെ ഇടത്തില്ലേ ഒരു ടാഗ് അല്ലേ. അപ്പോൾ ടാഗൊക്കെ കെട്ടിയിട്ട് മൂപ്പരുടെ ഫ്രണ്ടായിട്ടുള്ള ആൻഡ്രൂനെയും കൂട്ടി ഇവർ 2 പേരും കൂടെ ചേർന്നിട്ട് കേട്ടോ, ടാഗൊക്കെ കെട്ടി ഫ്രണ്ടായിട്ടുള്ള ആൻഡ്രൂനെയും കൂട്ടിയിട്ട് ഇവർ 2 പേരും കൂടെ, 2 എന്ന് കിട്ടാൻ വേണ്ടി, 2 പേരെന്ന് പറയുമ്പോൾ 22 എന്നുള്ള വർഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ 2 പേരും കൂടെ എന്ത് ചെയ്തു, അമ്മ കൊടുത്ത അലുവയെല്ലാം കഴിച്ച് ഓക്കെ ഒരുമിച്ച് എന്ത് ചെയ്തു, സ്കൂളിലോട്ട് പോവുകയാണ്. ഓക്കെ, ടാഗൊക്കെ കെട്ടി ഫ്രണ്ടായിട്ടുള്ള ആൻഡ്രൂനെയൊക്കെ കൂട്ടി ഇവർ 2 പേരും കൂടെ അമ്മ കൊടുത്തിട്ടുള്ള അലുവയൊക്കെ കഴിച്ച് സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ കിട്ടും, ടാഗൊക്കെ കെട്ടി എന്ന് പറയുമ്പോൾ ടാഗോറിനെയും, ഓക്കെ ഫ്രണ്ടായിട്ടുള്ള ആൻഡ്രൂസ് എന്ന് പറയുമ്പോൾ CF ആൻഡ്രൂസ്, ഇവർ 2 പേരെയും ശ്രീനാരായണ കണ്ടുമുട്ടിയത് എപ്പോഴാണ്, ശ്രീനാരായണ ഗുരു കണ്ടുമുട്ടിയത് 1922. അപ്പോൾ ടാഗോറിനെയും CF ആൻഡ്രൂസിനെയും കണ്ടുമുട്ടിയത് 1922. ഇവർ 2 പേരെന്ന് പറഞ്ഞില്ല, അപ്പോൾ 2 എന്ന് പറയുമ്പോൾ 2 പേരാണ് അല്ലേ. അപ്പോൾ 2 ഓക്കെ, 1922 ടാഗോറിനെയും CF ആൻഡ്രൂസിനെയും കണ്ടുമുട്ടുന്നത്. അപ്പോൾ ടാഗോറിനെയും CF ആൻഡ്രൂസിനെയും കണ്ടുമുട്ടി. അപ്പോൾ ടാഗൊക്കെ കിട്ടി, ആൻഡ്രൂ എന്ന് പറയുന്ന ഫ്രണ്ടിനെയും കൂട്ടി ഇവർ 2 പേരും കൂടെ എന്ത് ചെയ്തു, അമ്മ കൊടുത്ത അലുവയൊക്കെ കഴിച്ചല്ലേ. അലുവ എന്താണ്, ആലുവ സർവമത സമ്മേളനമാണ് കേട്ടോ. ആലുവ സർവമത സമ്മേളനം 1924. ആലുവ സർവമത സമ്മേളനം 1924. ഇവർ 2 പേരും കൂടെ അലുവയൊക്കെ കഴിച്ച് എന്ത് ചെയ്തു, സ്കൂളിലോട്ട് പോയി കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, അവിടെ നമ്മുടെ വില്ലന്മാരല്ലേ, ചട്ടമ്പികൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരോട് ഇവരെന്താണ്, സമാധാനപരമായിട്ട് എന്താണ്, അഹിംസയിലൂടെ, ഗാന്ധിജിയുടെ വഴിയായിട്ടുള്ള അഹിംസയിലൂടെ ഓക്കെ അവരോടൊന്ന് നയത്തിലൊന്ന് എന്താണ് പറഞ്ഞു നോക്കി. ഓക്കെ, ഗാന്ധിജിയുടെ കാര്യം, ഗാന്ധിജീനെ പോലെ സമാധാനമായിട്ട് ഓക്കെ അഹിംസയിലൂടെ ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുമ്പോൾ ഗാന്ധിജിയെ പോലെ സമാധാനപ്രിയരായിട്ട് ഓക്കെ ഗാന്ധിജിയെ പോലെ, അപ്പോൾ ഗാന്ധിജിയെയും കൂടെ C രാജഗോപാലാചാര്യയും കൂടെ കണ്ടുമുട്ടിയത് 1925 ഓർത്തിരിക്കുക കേട്ടോ. ഗാന്ധിജിയെയും C രാജഗോപാലാചാര്യയും കണ്ടുമുട്ടിയത് എപ്പോഴാണ്, 1925. അപ്പോൾ ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിൽ അവർ എന്താണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒന്ന് മയപ്പെടുത്തി എന്താണ് അവരവിടെ വിദ്യാലയത്തിൽ
അവർക്ക് പോകാനുള്ള ആ ഒരു പേടിയൊക്കെ മാറ്റി, ഫ്രണ്ടിനെയൊക്കെ കൂട്ടിപ്പോയി നയപരമായിട്ട് ഗാന്ധിജിയുടെ ഒരു രീതിയിൽ അഹിംസ അല്ലേ അതുപോലെയൊക്കെ ഒന്ന് സംസാരിച്ച് മയത്തിലാക്കി അവർ വിദ്യാലയത്തിലോട്ട് പോകാനുള്ളത് കറക്റ്റാക്കി. അപ്പോൾ വിദ്യാലയം എന്നുള്ളതിൽ നിന്നും ശിവഗിരി ബ്രഹ്മവിദ്യാലയ ശിലാസ്ഥാപനം 1925 എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ശിവഗിരി ബ്രഹ്മവിദ്യാലയ ശിലാസ്ഥാപനം 1925. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ശരിയായി. അങ്ങനെ അവർ സ്കൂളിലൊക്കെ പോയി. ഇപ്പോൾ അവർ എത്രയിലാണ്? 2ാം ക്ലാസ്സിലോട്ട് കടന്നു. ഓക്കെ, 2ാം ക്ലാസ്സിലോട്ട് കടന്നു. എപ്പോഴാണ് 2ാം ക്ലാസ്സിലോട്ട് കടക്കുമ്പോൾ അവരുടെ വയസ്സ് എത്രയാണ്? 6 വയസ്സാണ് അല്ലേ? 2ാം ക്ലാസ്സിലോട്ട് കടക്കുമ്പോൾ 6 വയസ്സാണ്. അപ്പോൾ 2ാം ശ്രീലങ്ക സന്ദർശനം 1926 എന്ന് കിട്ടുമല്ലോ. 2ാം ശ്രീലങ്ക സന്ദർശനം 1926. 2ാം ക്ലാസ്സിലോട്ട് എത്തുമ്പോഴത്തേനും 6 വയസ്സായി മോന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അല്ലേ, ചെറിയൊരു കഥയല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി? ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകദേശം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടിയല്ലോ. നമുക്ക് ഒന്നുകൂടെ പറയാം അല്ലേ. ശ്രീനാരായണ ഗുരു കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മുതലൊന്ന് പറയാം. എന്താണ്, നമുക്ക് സ്കൂളിലോട്ട് പോവുകയാണല്ലേ. സ്കൂളിലോട്ട് പോകുമ്പോൾ 5 വയസ്സാണ്, 1ാം ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ 5 തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചത് 1881. സ്കൂളിലോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചട്ടമ്പിയായിട്ടുള്ളൊരു കുട്ടിയെ കണ്ടുമുട്ടി. അപ്പോൾ 1882 ശ്രീനാരായണ ഗുരു ആരെ കണ്ടുമുട്ടുന്നത്? ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നത്. കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവരവനെ എഴുന്നേൽപ്പിച്ച് 1887 എഴുന്നേൽപ്പിച്ച് 7ലാണ് എന്ത് പുറത്തോട്ട് നിർത്തി അല്ലേ. അപ്പോൾ അരുവിപ്പുറം ക്ഷേത്ര നിർമ്മാണം. ഓക്കെ, പുറത്തോട്ട് നിർത്തി. എന്നിട്ട് എന്താണ്, അവനെ അവിടെ പ്രതിഷ്ഠിച്ചു. ഓക്കെ, അരുവിപ്പുറം പ്രതിഷ്ഠ. എന്നിട്ട് എന്ത് ചെയ്തു? 8ന്റെ പണി കൊടുത്തു അല്ലേ. പ്രതിഷ്ഠിച്ചിട്ട് 8ന്റെ പണി കൊടുത്തു. അപ്പം അരുവിപ്പുറം പ്രതിഷ്ഠ 1888. എന്താണ് പണി കൊടുത്തത്? 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് എത്തുന്നത് വരെയും നിങ്ങൾ ആശാനെ അല്ലേ, നീ ഞങ്ങളെ ആശാനെ എന്ന് വിളിക്കണം. 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ എത്തുന്നത് വരെയും ആശാനെ എന്ന് വിളിക്കണം അല്ലേ. അപ്പോൾ 1891 കുമാരൻ ആശാനെ കണ്ടുമുട്ടുന്നത് ശ്രീനാരായണ ഗുരു. ഓക്കെ, ഇനി ആശാനെ എന്ന് വിളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? 5 വരെ എണ്ണും. അതുവരെയും ആശാനെ എന്ന് വിളിച്ചില്ലെങ്കിൽ അടിച്ച് പല്ല് തെറിപ്പിക്കും അല്ലേ. അടിച്ച് പല്ല് തെറിപ്പിക്കും. അപ്പോൾ ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയത് 1895. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഈ 8ന്റെ പണി കിട്ടിക്കഴിഞ്ഞപ്പോൾ മൂപ്പർ എന്ത് ചെയ്യാണ്? വായും പൂട്ടി ഇങ്ങനെ നിൽക്കുവാണ്. വായും പൂട്ടി നിന്നു. അപ്പോൾ വാവൂട്ട് യോഗം രൂപീകരിച്ചത് 1898. 8ന്റെ പണി കിട്ടിക്കഴിഞ്ഞപ്പോൾ വാവൂട്ട് യോഗം അല്ലേ. എന്താണ്? വായും പൂട്ടി നിന്നു. 8ന്റെ പണി കിട്ടിക്കഴിഞ്ഞപ്പോൾ വായും പൂട്ടി നിന്നു. വാവൂട്ട് യോഗം രൂപീകരിച്ചു. ഓക്കെ, ഇനി വായും പൂട്ടി നിന്നത് മാത്രമല്ല, മനസ്സിൽ എന്താണ്? 3 തവണ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഓക്കെ, മനസ്സിൽ 3 തവണ നാരായണ മന്ത്രം ജപിച്ചപ്പോൾ 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെ നാരായണയൊക്കെ ചെയ്തു ചൊല്ലി നമ്മൾ എന്താണ്, ആ ദിവസം കഴിഞ്ഞു, വീട്ടിലോട്ട് പോയി. പിന്നെ എന്ത് സംഭവിച്ചു? 4 മുന്നിൽ അല്ലേ, 4 മുന്നിൽ നാണം കെടണ്ട എന്നുള്ളത് വിവേകത്തോടെ മൂപ്പര് ചിന്തിച്ചു അല്ലേ. അപ്പോൾ വിവേകോദയം 1904 SNDPയുടെ മുഖപത്രമായ വിവേകോദയം വരുന്നത്. അപ്പോൾ വിവേകത്തോടെ എന്താണ് ചിന്തിച്ചത്? ക്ലാസ്സിൽ അല്ലേ, സ്കൂളിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവായി അല്ലേ. മെല്ലെ സ്കൂളിൽ പോയാലല്ലേ നാണം കെടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സ്കൂളിൽ നിന്നും ഹാജരാകുന്നതിൽ നിന്നും ഒഴിവായി. അപ്പോൾ ശ്രീനാരായണ ഗുരു കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയ വർഷം 1904. ഓക്കെ, അപ്പോൾ 4 മുന്നിൽ നാണം കെടണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താണ്, സ്കൂളിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവായി. അപ്പോൾ 1904 4 മുന്നിൽ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 1904 കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയത്. അപ്പോൾ എന്താണ്, അങ്ങനെ വീട്ടിലിരിപ്പായി. വീട്ടിലിരിക്കുമ്പോൾ എന്താണ്, അമ്മമാർ വരും അല്ലേ. അപ്പോൾ ശാരദാമ്മ എന്ത് ചെയ്തു? 12 മണിയോടുകൂടി ശാരദാമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. 12 മണിയോടെ 1912 ശാരദാമഠം. ഓക്കെ, അപ്പോൾ ശാരദാമ്മ വിളിച്ചു. എന്തിനാണ്? ഭോജനത്തിന് അല്ലേ. ഭോജനത്തിന് വിളിച്ചു. ഒരു 15 തവണ വിളിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവർ 1915 മിശ്രഭോജനം. ഓക്കെ, അങ്ങനെ വിളിച്ചിട്ടും കഴിക്കാൻ വരാതെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? അമ്മ പറഞ്ഞു, ഒരു അലുവയുടെ കഷ്ണമെങ്കിലും കഴിക്കാൻ പറഞ്ഞല്ലേ. അപ്പോൾ അലുവയിൽ നിന്നും എന്ത് കിട്ടും? ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ഓക്കെ, ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അപ്പോൾ അലുവയുടെ കഷ്ണമെങ്കിലും കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്, അങ്ങനെ കഴിച്ചു. പിറ്റേന്ന് അല്ലേ സ്കൂളിൽ പോകണം. സ്കൂളിൽ എന്താണ് പരിപാടി? 6ാമത്തെ പീരീഡ് സംസ്കൃതം എക്സാം ആണ് അല്ലേ. 6ാമത്തെ പീരീഡ്. അപ്പം 1916 സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. ഇനി എക്സാമിന് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശ്രീകല ടീച്ചർ 8ന്റെ പണി തരും അല്ലേ. ശ്രീകല ടീച്ചർ. അപ്പോൾ 1ാം ശ്രീലങ്ക സന്ദർശനം 1918. 8ന്റെ പണി തരും എന്നല്ലേ പറഞ്ഞു. അപ്പോൾ 1918. മാത്രമല്ല എന്താണ്, ടീച്ചർ നിലവിളിക്കും അല്ലേ. നിലവിളക്ക് പ്രതിഷ്ഠ കാരമുക്കിൽ 1920. അപ്പോൾ എന്താണ്, അങ്ങനെ
എക്സാമിന് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? ടാഗൊക്കെ കെട്ടി അല്ലേ, കഴുത്തിലൂടെ ടാഗൊക്കെ കെട്ടി ഫ്രണ്ടായിട്ടുള്ള ആൻഡ്രൂവിനെയും കൂട്ടി രണ്ടുപേരും കൂടെ അമ്മ കൊടുത്ത അലുവയൊക്കെ കഴിച്ച് പോയി. അപ്പോൾ ടാഗൊക്കെ കെട്ടി എന്ന് പറയുമ്പോൾ ടാഗോറിനെയും ഫ്രണ്ടായിട്ടുള്ള ആൻഡ്രൂ എന്ന് പറയുമ്പോൾ CF ആൻഡ്രൂസിനെയും കണ്ടുമുട്ടിയത് 1922 ദെൻ അമ്മ കൊടുത്ത അലുവ കഴിച്ചല്ലേ. അപ്പോൾ ആലുവ സർവമത സമ്മേളനം 1924 എന്നിട്ട് എന്താണ്, സ്കൂളിൽ പോയിട്ട് ഗാന്ധിജിയുടെ പാതയിൽ അല്ലേ, ഗാന്ധിജിയുടെ പാത പിന്തുടർന്നു, അതായത് അഹിംസ അല്ലേ. അപ്പോൾ എന്താണ്, മയത്തിൽ കാര്യങ്ങളൊക്കെ ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന് മയത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിദ്യാലയത്തിൽ അങ്ങോട്ട് എന്താണ് സെറ്റായി അല്ലേ. ഇപ്പം ശിവഗിരി ബ്രഹ്മ വിദ്യാലയ ശിലാസ്ഥാപനം 1925. ഗാന്ധിജിയുടെ പാത എന്ന് പറഞ്ഞത് എന്താണ്, ഗാന്ധിജിയെയും C രാജഗോപാലാചാര്യം കണ്ടുമുട്ടിയത് 1925. അതേ വർഷമാണ് ശിവഗിരി ബ്രഹ്മ വിദ്യാലയ ശിലാസ്ഥാപനം. അപ്പോൾ വിദ്യാലയത്തിൽ സെറ്റായി. ഇപ്പോൾ അവർ എത്രയിലാണ്? 2ാം ക്ലാസ്സിലാണ്. 2ാം ക്ലാസ്സിലാണ് 6 വയസ്സായി അല്ലേ. 2ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികൾക്ക് എത്ര വയസ്സാണ്? 6 വയസ്സാണ്. അപ്പോൾ 1926 2ാം ക്ലാസ്സിലെത്തുന്നത് 6ാമത്തെ വയസ്സിലാണ്. അങ്ങനെ ഓർത്താൽ മതി. 2ാം ശ്രീലങ്ക സന്ദർശനം 1926. 2ാം ശ്രീലങ്ക സന്ദർശനം 1926. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഡിലൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അത്ര വലിയ കഥയോ അല്ലെങ്കിൽ അത്ര വലിയ കോഡൊന്നുമല്ല, എങ്കിലും നിങ്ങൾക്ക് എക്സാം ടൈമിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് ഓർമ്മ വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഓർമ്മ വരട്ടെ. ഇനി നമുക്ക് അടുത്ത നവോത്ഥാന നായകനെ കുറിച്ച് നോക്കാം. അയ്യങ്കാളിയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അയ്യങ്കാളിയുടെ ജനനം 1863 ഓഗസ്റ്റ് 28 കേട്ടോ. 1863 ഓഗസ്റ്റ് 28. ജന്മസ്ഥലം എവിടെയാണ്? പെരുംകാട്ടുവിളയാണ്. പെരുംകാട്ടുവിള. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി എന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ കാളി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പെരും എന്നുണ്ട് അല്ലേ. അപ്പോൾ പെരുങ്കള്ളി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, നല്ല കള്ളത്തരമൊക്കെ ചെയ്യുന്നവരെ പെരുങ്കള്ളി എന്ന് പറയും അല്ലേ, പെരുങ്കള്ളി. അപ്പോൾ പെരുങ്കള്ളിയിൽ നിന്നും കാളിയിലോട്ട് എത്താൻ പറ്റത്തില്ലേ. അപ്പോൾ പെരുങ്കാട്ടുവിള ജന്മസ്ഥലം അയ്യങ്കാളിയുടേതാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. പെരുങ്കള്ളി എന്നുള്ള ഒരു വേർഡ് ഓർത്ത് വെച്ചാൽ മതി. ദെൻ ജന്മഗൃഹം എന്താണ്? പ്ലാവത്തറ വീടാണ്. പ്ലാവത്തറ വീടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ കള്ളി എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കള്ളി എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, കള്ളികളാണ് എന്ത്, തറ സ്വഭാവം കാണിക്കുക അല്ലേ, തറ സ്വഭാവം കാണിക്കുക. അപ്പോൾ പ്ലാവത്തറ വീട് ജന്മഗൃഹം എന്നുള്ളത് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ജന്മസ്ഥലം പെരുങ്കാട്ടുവിള, പെരുങ്കള്ളി. അപ്പോൾ അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണ് പെരുങ്കാട്ടുവിള. ജന്മഗൃഹം പ്ലാവത്തറ വീട്, കള്ളികളൊക്കെ എന്താണ്, തറ സ്വഭാവമായിരിക്കും അല്ലേ. അപ്പോൾ ജന്മഗൃഹം പ്ലാവത്തറ വീട് കിട്ടിയോ. ഇനി പിതാവ്, അയ്യങ്കാളി എന്നുള്ള പേരിൽ തന്നെയുണ്ട്, പിതാവ് അയ്യനാണ്. ദെൻ മാതാവ് മാല. ഓക്കെ, അപ്പോൾ കാളി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാളി ഭഗവതി എന്നുള്ള രീതിയിൽ മാലയൊക്കെ ധരിക്കുന്നുള്ള രീതിയിലൊന്ന് ഓർത്തു കഴിഞ്ഞാൽ മാതാവ് മാല. ബാല്യകാല നാമം എന്താണ്? കാളി എന്ന് തന്നെയാണ്. അത് ആ പേരിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അയ്യങ്കാളിയുടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ചെറിയൊരു സ്റ്റോറിയിലൂടെയാണ്. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുകയാണ്. അപ്പോൾ കാളി എന്ന് പറയുമ്പോൾ അയ്യങ്കാളിയാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്താണ്, കാളി എന്നുള്ള ആ ഒരു ബേസിൽ തന്നെയാണ് നമ്മുടെ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതേ കിടക്കുന്ന കാളി. ഓക്കെ, കാളിയുടെ ചിത്രം കണ്ടല്ലോ. അപ്പോൾ ഈ കാളിക്ക് ഒരു പൂജ നടക്കുവാണ് കേട്ടോ. കാളിക്ക് എന്താണ്, ഒരു പൂജ നടക്കുകയാണ്. എവിടേക്കാണോ കാളിക്കുള്ള പൂജ എവിടെയാണ് നടക്കുക? അമ്പലത്തിലല്ലേ നടക്കുന്നത്. ഓക്കെ, കാളിക്കുള്ള പൂജ എവിടെ നടക്കും? അമ്പലത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അമ്പലം എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലത്തിലാണെന്നുള്ളത് കിട്ടും. ഓക്കെ, കാളിക്കുള്ള പൂജ നടക്കുന്നത് അമ്പലത്തിലാണ് അല്ലേ. അപ്പോൾ അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാളിക്കുള്ള പൂജ നടക്കുവാണ്. അപ്പോൾ ആ പൂജ നടക്കുമ്പോൾ എന്താണ്, ആ നാട്ടിലുള്ള സർവ്വ സമുദായത്തിൽപ്പെട്ട ആളുകളും അവിടെ ഉണ്ടാവും അല്ലേ. നാട്ടിലുള്ള സർവ്വ സമുദായത്തിൽപ്പെട്ട ആളുകളും അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പെരിനാട് സർവ്വ സമുദായ സമ്മേളനം നടന്നത് 1915 അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട സംഭവമാണ് പെരിനാട് സർവ്വ സമുദായ സമ്മേളനം. പെരിനാട് സർവ്വ സമുദായ സമ്മേളനം. അപ്പോൾ കാളിക്ക് വേണ്ടിയിട്ടുള്ള പൂജ അമ്പലത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, നാട്ടിലെ സർവ്വ സമുദായത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാവും എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ പെരിനാട് സർവ്വ സമുദായ സമ്മേളനം. ഇനി അപ്പോൾ ഒരു നാട്ടിലുള്ള സർവ്വ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വണ്ടിക്കുള്ള ആളുണ്ട് എന്നുള്ളത് പറയും അല്ലേ. നമ്മൾക്ക് ഒത്തിരി പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒരു വണ്ടിക്കുള്ള ആളുണ്ട് അല്ലേ. അപ്പോൾ ഒരു വണ്ടിക്കുള്ള ആൾ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വില്ലുവണ്ടി യാത്ര ആരുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. ഓക്കെ, അപ്പോൾ നാട്ടിലെ സർവ്വ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്, ഒരു വണ്ടിക്കുള്ള ആളുണ്ട് അല്ലേ. അപ്പോൾ ഒരു വില്ലുവണ്ടി യാത്ര ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ,
അപ്പോൾ അങ്ങനെ ഒരു വണ്ടിക്കുള്ള ആളുകളുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ പേര് എങ്ങനെയാണ്? കർഷകരാണ് കേട്ടോ. ഈ കൂടിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പേര് എങ്ങനെയാണ്? കർഷകരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരാണ് നേതൃത്വം നൽകിയത്? അയ്യങ്കാളി. ഓക്കെ, അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നടക്കുന്നത്. അപ്പോൾ ഈ വണ്ടിക്കുള്ള ആളുകളുള്ളതിൽ ഏറ്റവും കൂടുതൽ കർഷകരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം. ഓക്കെ, ഇപ്പോൾ കഥ മനസ്സിലാവുന്നുണ്ടല്ലോ. കാളിയുണ്ട്. അപ്പോൾ കാളിക്കുള്ള പൂജ നടക്കുന്നത് അമ്പലത്തിലാണ്. അപ്പോൾ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലം. ദെൻ പൂജയ്ക്ക് എന്താണ്? നാട്ടിലെ സർവ്വസമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ പെരിനാട് സർവ്വസമുദായ സമ്മേളനം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. 1915 നടക്കുന്നത്. ദെൻ അപ്പോൾ ഇത്രയും സമുദായത്തിൽപ്പെട്ട ഒരു വണ്ടിക്കുള്ള ആളുണ്ട് അല്ലേ. അപ്പോൾ വില്ലുവണ്ടി യാത്ര 1893 അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ വണ്ടിക്കുള്ള അത്രയും ആളുണ്ടെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ പേര് എന്താണ്? കർഷകരാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരുടെ നേതൃത്വത്തിലാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ മൊത്തം കർഷകരാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത്രയും പേര് കൂടുന്ന സമയത്ത് എന്താണ്? അവരെല്ലാവരും കൂടിയ ആളുകൾ എല്ലാവരും കൂടെ സഭ കൂടി അല്ലേ. സഭ കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ സഭ കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്? അത്യാവശ്യം ഇങ്ങനെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ കുറച്ച് ആളുകൾ ചേരുന്ന സമയത്ത് സഭ കൂടുക എന്ന് പറയും അല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാവരും കൂടെ ഒരു സഭ കൂടി. ഓക്കെ, സഭ കൂടി. ഇപ്പം സഭ എന്നുള്ളതിൽ നിന്നും ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം, അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം എപ്പോഴാണ്? 1911. ഓക്കെ, അവരെല്ലാവരും കൂടെ അപ്പോൾ 1911 എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ സഭ കൂടുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും എന്താണ്? ഭയങ്കര ഒത്തൊരുമയായിരിക്കും അല്ലേ. എല്ലാവരും ഒന്നായിട്ടല്ലേ ഒരൊറ്റക്കെട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് അല്ലേ. സഭ കൂടുന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഒറ്റ എന്ന് പറയുമ്പോൾ അവിടെ 1 എന്നുള്ളത് ഓക്കെ 11 1 കേട്ടോ. എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുക. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1911 കിട്ടിയോ? അപ്പോൾ സഭ കൂടുന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. 1911 കിട്ടിക്കോളും. ഓക്കെ, ഇനി അങ്ങനെ സഭ കൂടി കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരും കുടിക്കും അല്ലേ. എല്ലാവരും കൂടെ സഭ കൂടി കഴിഞ്ഞാൽ എന്താണ്? അവിടെ കുടിയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ കുടിക്കും. അപ്പോൾ കുടിപ്പള്ളിക്കൂടം 1905 കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് കേട്ടോ. അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് എപ്പോഴാണ്? 1905. അപ്പോൾ എന്താണ്? ആളുകൾ ചേർന്ന് കഴിഞ്ഞ് സഭ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? അവിടെ കുടിക്കും അല്ലേ. അപ്പോൾ കുടിപ്പള്ളിക്കൂടം അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുടിച്ചാൽ എന്താണ്? കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര ലഹളയായിരിക്കും അല്ലേ. ഭയങ്കര ലഹളയായിരിക്കും. അപ്പോൾ അമ്പലത്തിന് ചുറ്റും മൊത്തം ലഹള. അപ്പോൾ പുലയ ലഹള. ഓക്കെ, പുലയ ലഹള ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് പുലയ ലഹള. 1915 പുലയ ലഹളയുടെ മറ്റു പേരുകളാണ് ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള. പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ സഭ കൂടി കുടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മൊത്തം എന്തായി? മൊത്തം ലഹളയായി. ലാസ്റ്റ് എന്തായി? അതൊരു ചന്ത പോലെയായി മാറി. ഓക്കെ, മൊത്തം ബഹളവും ലഹളയാവുമ്പോൾ എന്താണ്? അതൊരു ചന്ത പോലെയായി. അപ്പോൾ ചന്ത പോലെ എന്ന് പറയുമ്പോൾ നെടുമങ്ങാട് ചന്തലഹള 1912 നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകുന്നത് അയ്യങ്കാളി. ഓക്കെ, നെടുമങ്ങാട് ചന്തലഹള വർഷം 1912. ഓക്കെ, അപ്പോൾ നെടുമങ്ങാട് ചന്തലഹള കിട്ടിയല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ കുടിച്ചു, സഭ കൂടി കുടിച്ചു, എന്താണ്? ആകെ മൊത്തം ലഹളയായി, അതൊരു ചന്ത പോലെയായി. ഓക്കെ, അങ്ങനെ ചന്ത പോലെ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം ബഹളമായപ്പോൾ ആ നാട്ടിലെ ഗാന്ധിയെ പോലെ മഹാനായിട്ടുള്ള ഒരാളുണ്ട്. ഓക്കെ, ഗാന്ധിജിയെ പോലെ മഹാനായിട്ടുള്ള ഒരാളുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇന്ത്യയുടെ മഹാനായ പുത്രൻ. ഓക്കെ, മഹാനായ ഒരാൾ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിയെ പോലെ മഹാനായ ഒരാൾ കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് എന്താണ് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഗാന്ധിയെ പോലെ മഹാനായിട്ടുള്ള ഒരാൾ അവിടെ വന്നു. അവിടെ എത്തുമ്പോഴേക്കും എന്താണ്? അത് ആ പ്രശ്നം എന്താണ്? അങ്ങ് ആളിക്കത്തി. ഓക്കെ, അവിടെയുള്ള പ്രശ്നം എന്താണ്? ലഹള എന്താണ്? ആളിക്കത്തി. ഓക്കെ, ഗാന്ധിയെ പോലെ മഹാനായ ഒരു വ്യക്തി വരുമ്പോഴത്തേനും പ്രശ്നം എന്താണ്? ആളിക്കത്തി. അപ്പോൾ ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. ഓക്കെ, ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ പ്രശ്നം ആകെ ആളിക്കത്തി. ആ സമയത്ത് എന്താണ്? അവിടുത്തെ കുറച്ച് സാധുജനങ്ങളുണ്ട്. ഓക്കെ, അവിടെയുള്ള കുറച്ച് സാധുജനങ്ങൾ എന്താണ്? സംഘമായിട്ട് ചെന്നിട്ട്
അവിടുത്തെ പ്രധാനപ്പെട്ട ഗുരുവിനെ കണ്ടുമുട്ടി. ഓക്കെ, പ്രധാനപ്പെട്ട അവിടെയുള്ള ഗുരുവിനെ, പ്രശ്നം വഷളായപ്പോൾ സാധുജനങ്ങളുടെ ഒരു സംഘമുണ്ട്, അവരെല്ലാവരും കൂടെ ചേർന്ന് ഗുരുവിനെ കണ്ടുമുട്ടി. ഓക്കെ, ഗുരു മാത്രമല്ല അവിടെ ഗാന്ധിജിയും ഉണ്ടായിരുന്നു. ഓക്കെ, ഗുരുവും ഗാന്ധിജിയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും കൂടെ പോയിട്ട് കണ്ടിട്ട് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ സാധുജനങ്ങൾ എന്നുള്ളതിൽ നിന്നും സാധുജന പരിപാലന സംഘം 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണെന്നുള്ളത് കിട്ടും. ദെൻ ഗുരുവിനെ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1912 ദെൻ ഗാന്ധിജിയും കൂടെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് 1937. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അയ്യങ്കാളിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് പറയാം, കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 ജന്മസ്ഥലം പെരുങ്കാട്ടുവിള. എങ്ങനെയാണ് കിട്ടിയത്? പെരുങ്കള്ളി എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ പെരുങ്കാട്ടുവിള അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണെന്നുള്ളത് കിട്ടും അല്ലെ, പെരുങ്കള്ളി എന്നുള്ളതിൽ നിന്നും കിട്ടും. ദെൻ ജന്മഗൃഹം പ്ലാവത്ര വീട്. അപ്പോൾ കാളി എന്നുള്ളതിൽ നിന്നും കള്ളികൾ എന്ന് പറയുമ്പോൾ താഴെ സ്വഭാവമായിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. ദെൻ പിതാവ് അയ്യൻ, മാതാവ് മാല, ബാല്യകാല നാമം കാളി, അതൊക്കെ നമുക്ക് കിട്ടും. ദെൻ നമ്മുടെ സ്റ്റോറി എന്താണ്? കാളി അല്ലേ, കാളിക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണ്. പൂജ നടക്കുന്നത് എവിടെയാണ്? അമ്പലത്തിലാണ്. അപ്പോൾ വെള്ളയമ്പലം, അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലമാണ്. ദെൻ എന്താണ്, അമ്പലത്തിൽ പൂജ നടക്കുമ്പോൾ ആ നാട്ടിലെ സർവ്വ സമുദായത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാവും അല്ലേ. അപ്പോൾ പെരിനാട് സർവ്വ സമുദായ സമ്മേളനം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. വർഷം 1915. ഇനി അങ്ങനെ നാട്ടിലുള്ള സർവ്വരും ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു വണ്ടിക്കുള്ള ആളുണ്ട് അല്ലേ, ഒരു ജാഥയ്ക്കുള്ള ആളെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ ഒരു വണ്ടിക്കുള്ള ആളുണ്ട്. അപ്പോൾ വില്ലുവണ്ടി യാത്ര അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് 1893. ദെൻ വണ്ടിക്കുള്ള ആളുകൾ എല്ലാവരും കൂടെ ചേർന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എങ്ങനെയാണ്? കർഷകരായിരുന്നു. ഓക്കെ, കർഷകർ ആയിരുന്നു. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അപ്പോൾ ഈ കർഷകരും ഈ ആളുകൾ എല്ലാവരും കൂടെ എന്താണ്? സഭ കൂടി അല്ലേ, സഭ കൂടി. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം അല്ലെങ്കിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ ദളിത് വംശജൻ കൂടിയാണ് അയ്യങ്കാളി എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ശ്രീമൂലം പ്രജാസഭ, സഭ കൂടി എന്ന് പറയുമ്പോൾ ശ്രീമൂലം പ്രജാസഭ. വർഷം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞു? സഭ കൂടുമ്പോൾ എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അല്ലേ, ഭയങ്കര ഒത്തൊരുമില്ല, ഒറ്റക്കെട്ടാണ്. അപ്പോൾ 1 എന്നുള്ളത് കിട്ടുമല്ലോ. അപ്പോൾ 1911 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം 1911. അങ്ങനെ സഭ കൂടി കഴിഞ്ഞപ്പോൾ കുടിക്കാൻ തുടങ്ങി അല്ലേ. ഇപ്പോൾ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 1905 കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നത്. അപ്പം അങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ലഹളയായി അല്ലേ, ലഹളയായി. പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. 1915 പുലയ ലഹള. ദെൻ അത് കഴിഞ്ഞ് എന്താണ്? ലഹളയായി മൊത്തം എന്താണ്? അതൊരു ചന്ത പോലെയായി അല്ലേ, ചന്ത പോലെയായി. അപ്പം നെടുമങ്ങാട് ചന്തലഹള നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് 1912. ദെൻ അങ്ങനെ ചന്ത പോലെ ആയിക്കഴിഞ്ഞപ്പോൾ ആര് വന്നു? ഗാന്ധിയെ പോലെ മഹാനായിട്ടുള്ള ഒരാൾ വന്നല്ലേ. അപ്പോൾ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി. അപ്പം അങ്ങനെ ഗാന്ധിയെ പോലുള്ള മഹാനായിട്ടുള്ള ഒരാൾ വന്നു. പക്ഷെ പ്രശ്നം എന്തായി? അവിടെ ആളിക്കത്തി അല്ലേ, ആളിക്കത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ആളിക്കത്തി എന്ന് പറയുമ്പോൾ ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ദെൻ അപ്പോൾ അവിടുത്തെ സാധുജനങ്ങൾ സംഘം ചേർന്ന് എങ്ങോട്ട് പോയി? അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെ കാണാൻ വേണ്ടി, ഗുരുവിനെയും ഗാന്ധിജിയെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോയി, ഈ പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ സാധുജനങ്ങൾ എന്ന് പറയുമ്പോൾ സാധുജന പരിപാലന സംഘം 1907 അയ്യങ്കാളിയാണ് സ്ഥാപിക്കുന്നത്. ദെൻ ഗുരുവിനെയും ഗാന്ധിജിയെയും, അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1912, ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് 1937 ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അയ്യങ്കാളിയെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സ്റ്റോറി കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എക്സാം ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ വരും കേട്ടോ. അടുത്ത നമ്മുടെ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പാട്യമാണ്. പാട്യം എന്നുള്ളതാണ് വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം, പാട്യം. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർത്തിരിക്കുക? പാട്യം എന്നുള്ളതിൽ നിന്ന് നമുക്ക് പാട്ട് എന്നെടുത്തൂടെ? പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്? ഭയങ്കര ആനന്ദം തോന്നും എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലമാണ്. പാഠ്യം എന്നുള്ളത് ഓർത്തൂടെ? പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ആനന്ദം തോന്നും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ജന്മസ്ഥലം പാഠ്യം, ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ. ഓക്കെ, ഇനി യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് കേട്ടോ. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നുള്ളതാണ്.
യഥാർത്ഥ നാമം. അപ്പോൾ വയലേരി കുഞ്ഞിക്കണ്ണൻ്റെ ഷോർട്ടാണ് വി കെ. അപ്പോൾ വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. ബാലഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ് കേട്ടോ. വി കെ ഗുരുക്കൾ, ബാലഗുരു എന്നൊക്കെ അറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ. ജന്മസ്ഥലം പാട്യം. ഓക്കെ, പാട്ട് കേട്ടാൽ ആനന്ദം വരെ നിർത്താൽ മതി, വാഗ്ഭടാനന്ദൻ കേട്ടും. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു സ്റ്റോറിയിലൂടെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കഥയിലെ ഹീറോയുടെ പേരാണ് പ്രകാശൻ. എന്താണ്? പ്രകാശൻ. പ്രകാശൻ എന്ന് പറയുന്ന ആള് എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട്. അപ്പോൾ വാഗ്ഭടാനന്ദൻ്റേതാണെന്നുള്ളത് അറിയണ്ടേ? കഥ നമ്മൾ വാഗ്ഭടാനന്ദനെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വാക്കുകൾ കൊണ്ട് വാഗ് എന്നുള്ളതിൽ നിന്ന് വാക്ക് എന്ന് കിട്ടുമല്ലോ. അപ്പോൾ വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന ആളാണ് ആര്? പ്രകാശൻ. വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന ആളാണ് പ്രകാശൻ എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? വാക്കുകൾ കൊണ്ട് വാഗ്ഭടാനന്ദൻ പ്രീതിപ്പെടുത്തുന്ന പ്രീതിഭോജനം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് പ്രീതിഭോജനം. അപ്പോൾ വാക്കുകൾ കൊണ്ട് പ്രീതിപ്പെടുത്തുന്ന വാഗ്ഭടാനന്ദൻ പ്രീതിഭോജനം. പ്രീതിപ്പെടുത്തുന്ന ആളാണ് ആര്? പ്രകാശൻ. പ്രകാശൻ എന്ന് പറയുമ്പോൾ തത്വപ്രകാശിക സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. തത്വപ്രകാശിക സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന ആളാണ് പ്രകാശൻ. ഇത്രയും കിട്ടിയല്ലോ. ഇനി പ്രകാശന് ഭയങ്കര ഈശ്വര വിചാരം കൂടുതലുള്ള ആളാണ് കേട്ടോ. ഈശ്വര വിചാരം ഭയങ്കരമായിട്ട് കൂടുതലുള്ള ആളാണ് ആര്? പ്രകാശൻ. അതുകൊണ്ട് തന്നെ എനി ടൈം എന്താണ്? പ്രാർത്ഥനയും പുഷ്പാഞ്ജലി കഴിപ്പിക്കലും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ മംഗള ശ്ലോകങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആര്? പ്രകാശൻ. പ്രകാശൻ എങ്ങനെയാണ്? ഈശ്വര വിചാരം കൂടുതലാണ്. അപ്പോൾ വാഗ്ഭടാനന്ദന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ് ഈശ്വര വിചാരം, പ്രാർത്ഥന അഞ്ജലി, പ്രാർത്ഥനാ മഞ്ജരി, മംഗള ശ്ലോകങ്ങൾ. അപ്പോൾ ഇത്രയും കൃതികൾ കിട്ടാൻ നമുക്ക് എന്തോർത്താൽ മതി? പ്രകാശൻ എന്ന് പറയുന്നത് ഭയങ്കര ഈശ്വര വിചാരം കൂടുതലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും പ്രാർത്ഥന എന്നുള്ളതിൽ നിന്നും പ്രാർത്ഥനാഞ്ജലി, പ്രാർത്ഥനാ മഞ്ജരി കിട്ടും. പുഷ്പാഞ്ജലി എന്നുള്ളത് അഞ്ജലിയായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ദെൻ എന്താണ്? എനി ടൈം ഇങ്ങനെ ശ്ലോകങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം മംഗള ശ്ലോകങ്ങൾ ഇതെല്ലാം എന്താണ്? വാഗ്ഭടാനന്ദന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ്. ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി, പ്രാർത്ഥനാ മഞ്ജരി, മംഗള ശ്ലോകങ്ങൾ. അപ്പോൾ പ്രകാശൻ എന്ന് പറയുന്നത് വളരെയധികം എന്താണ്? ഈശ്വര വിചാരമുള്ള, എനി ടൈം പ്രാർത്ഥിച്ച് ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം അങ്ങനെ പ്രാർത്ഥനയും വഴിപാടും ശ്ലോകങ്ങളൊക്കെ ചെയ്ത് ആൾക്ക് എന്താണ്? രാജയോഗം വന്നു കേട്ടോ. പെട്ടെന്ന് എങ്ങനെയാണ്? രാജയോഗം വന്നു. ഇങ്ങനെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ചെയ്ത് മൂപ്പർക്ക് എന്താണ്? രാജയോഗം വന്നു. രാജയോഗം വന്നപ്പോഴത്തേനും ആൾക്ക് കാറായി. ഭയങ്കര ഗെറ്റപ്പിലാണ് ആൾ വരുന്നത് കേട്ടോ. അപ്പോൾ രാജയോഗം വന്നു എന്നുള്ളതിൽ നിന്നും രാജയോഗാനന്ദ കൗമുദി യോഗശാല 1911 വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് രാജയോഗാനന്ദ കൗമുദി യോഗശാല. 1911. അപ്പോൾ മൂപ്പർക്ക് എന്താണ്? രാജയോഗം വന്നു. രാജയോഗം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ആ രാജയോഗം എന്നുള്ളതിൽ ഇവിടെ ഒരു യോഗ കൂടി ഉണ്ട് കേട്ടോ. ശിവയോഗ വിലാസം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക കേട്ടോ. രാജയോഗം, ശിവയോഗം. ആ 2 യോഗങ്ങളും കൂടെ ഓർത്തിരിക്കുക. അപ്പം അങ്ങനെ രാജയോഗം വന്ന് മൂപ്പർ ആരായി? യജമാനനായി. ആ നാട്ടിലെ യജമാനനായിട്ട് മാറി. രാജയോഗം വന്ന് വലിയ കാറും ബംഗ്ലാവും ഒക്കെ ആയി ആ നാട്ടിലെ യജമാനനായിട്ട് മാറി. ആര്? ആള് യജമാനനായിട്ട്, നമ്മുടെ പ്രകാശൻ യജമാനനായിട്ട് മാറി. അപ്പോൾ യജമാനൻ മാസിക 1939 വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടതാണ് യജമാനൻ മാസിക. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള മാസികയാണ് യജമാനൻ മാസിക. ശിവയോഗ വിലാസം എന്ന് പറയുന്നതും ഒരു മാസികയാണ് കേട്ടോ. അപ്പോൾ യജമാനൻ മാസിക, ശിവയോഗ വിലാസം, അതുപോലെ തന്നെ രാജയോഗ ആനന്ദ കൗമുദി യോഗശാല. ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ രാജയോഗം വന്നു, യജമാനനായി അല്ലേ? ആ നാട്ടിലെ യജമാനനായി. അങ്ങനെ യജമാനനായി കഴിയുമ്പോൾ അവരുടെ ചുറ്റും എന്താണ്? കുറേ ആളുകൾ ഉണ്ടാവും അല്ലേ? അവർക്ക് വേണ്ടി ജോലി ചെയ്യാനും അങ്ങനെയൊക്കെ കുറേ ആളുകൾ ഉണ്ടാവും അല്ലേ? കുറേ തൊഴിലാളികളും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. അപ്പോൾ അവരുടെ താഴെ കുറേ തൊഴിലാളികളൊക്കെ അല്ലേ ഉണ്ട് എന്നുള്ള രീതിയിലൊന്ന് ഓർത്തു കഴിഞ്ഞാൽ ലേബർ അതിൽ നിന്നും കിട്ടുമല്ലോ. അപ്പോൾ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി ആരാണ്? വാഗ്ഭടാനന്ദൻ. അപ്പോൾ അങ്ങനെ അയാൾക്ക് കീഴിൽ കുറേ തൊഴിലാളികളൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മൂപ്പർക്ക് ആത്മവിശ്വാസം കൂടി അല്ലേ? എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസം ഭയങ്കരമായിട്ട് അങ്ങോട്ട് വർദ്ധിച്ചു. അപ്പോൾ ആത്മവിശ്വാസം
ആത്മവിശ്വാസം എന്നുള്ളതിൽ നിന്നും എന്തൊക്കെ കിട്ടും? ആത്മവിദ്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി കിട്ടും. ആത്മവിദ്യാ ലേഖമാല എന്ന് പറയുന്ന കൃതി കിട്ടും. 2 കൃതികൾ, ആത്മവിദ്യാ ലേഖമാല. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതും വാഗ്ഭടാനന്ദനാണ്. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതും ആരാണ്? 1917 വാഗ്ഭടാനന്ദനാണ്. അപ്പൊ ആത്മവിശ്വാസം കൂടി എന്ന് പറയുമ്പോൾ ആത്മവിദ്യാ ലേഖമാല എന്ന കൃതികളും ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണെന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അങ്ങനെ ആത്മവിശ്വാസം കൂടി, ഒരു ആത്മയും കൂടി ഉണ്ട്. എന്താണ്? ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യാകാഹളം. അപ്പൊ ആത്മവിശ്വാസം എന്നുള്ളതിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ കിട്ടും: ആത്മവിദ്യാ ലേഖമാല, ആത്മവിദ്യാ സംഘം, ആത്മവിദ്യാകാഹളം. ഓക്കെ, എന്താണ് ആത്മവിദ്യാകാഹളം? ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യാകാഹളം. അങ്ങനെ അദ്ദേഹത്തിന് ആത്മവിശ്വാസം വർദ്ധിച്ചു. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയത്ത് എന്താണ്? എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അതുപോലെ തന്നെ കവിതയൊക്കെ എഴുതാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ആത്മവിശ്വാസം കൂടിയപ്പോൾ അദ്ദേഹം കവിതയൊക്കെ എഴുതാൻ തുടങ്ങി, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. ഓക്കെ, അപ്പോൾ ആത്മവിശ്വാസം കൂടിയപ്പോൾ സ്വന്തമായിട്ട് കവിതയൊക്കെ എഴുതാം എന്നുള്ള രീതിയിൽ സ്വതന്ത്രമായി ചിന്തിച്ച്, ഓക്കെ, ആ ഒരു രീതിയിൽ അങ്ങനെ ആകുന്ന സമയത്ത് പൈസയൊക്കെ വരുമ്പോൾ എന്താണ്, ചിലർക്ക് അവരുടെ അഭിനയിക്കണം എന്നൊക്കെയുള്ളൊരു ഇത് വരും അല്ലേ. അപ്പം അങ്ങനെ മൂപ്പര് അഭിനയിക്കാനൊക്കെ ഒരു താല്പര്യം കാണിക്കാൻ തുടങ്ങി. ഓക്കെ, ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കവിത എഴുതാൻ തുടങ്ങി, സ്വതന്ത്രമായി ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ അഭിനയിക്കാൻ ഒരു ആഗ്രഹമൊക്കെ വന്നു. കാശൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അഭിനയത്തിലോട്ട് പോകണം അല്ലേ, കാശൊക്കെ കൊടുത്ത് നേടാം എന്നുള്ള രീതിയിൽ അഭിനയിക്കാൻ ഒരു ആഗ്രഹമൊക്കെ തുടങ്ങി. പിന്നെ കൂടാതെ ആ നാട്ടിലെ മെയിൻ യജമാനൻ അല്ലെ, പ്രമാണിയാണ് എന്നുള്ള രീതിയിൽ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ നടത്താം എന്നുള്ളത് ഏറ്റെടുത്തു. മൂപ്പർ ഉത്സവങ്ങളൊക്കെ നടത്താം എന്നുള്ളത് ഏറ്റെടുത്തു. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ജയറാമിൻ്റെ ഒരു ഫിലിമുണ്ട്, സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞിട്ടല്ലേ. ആ ഒരു മൂവിയിലെ ആളുടെ ക്യാരക്ടർ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു മൂവിയിൽ ജയറാം ഇതുപോലെയാണ് അല്ലേ, അത്യാവശ്യം രാജയോഗം വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് മൂപ്പരുടെ ക്യാരക്ടർ മാറുന്നത് എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിൽ ഇതൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ കഥ കംപ്ലീറ്റ് ആയി. വാഗ്ഭടാനന്ദനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്കൊന്നുകൂടെ പറഞ്ഞാലോ? അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത്? വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന ആളാണ് പ്രകാശൻ. അപ്പോൾ വാഗ്ഭടാനന്ദൻ പ്രീതിഭോജനം തത്വപ്രകാശിക സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ഇത്രയും കിട്ടിയല്ലോ. ദെൻ പ്രകാശൻ എങ്ങനെയാണ്? ഈശ്വര വിചാരം കൂടുതലുള്ള ആളാണ് അല്ലേ. അപ്പോൾ ഈശ്വര വിചാരം എന്ന് പറയുന്ന കൃതി കിട്ടി. മൂപ്പര് എപ്പോഴും എങ്ങനെയാണ്? പ്രാർത്ഥനയും അല്ലേ ശ്ലോകങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പ്രാർത്ഥനാമഞ്ജരി, മംഗള ശ്ലോകങ്ങൾ, ഇത്രയും കൃതി കിട്ടി. അങ്ങനെ ശ്ലോകങ്ങളൊക്കെ ഉരുവിട്ട് പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് വഴിപാടൊക്കെ ചെയ്ത് മൂപ്പർക്ക് ഒരു ദിവസം രാജയോഗം വന്നു അല്ലേ. രാജയോഗാനന്ദ കൗമുദി യോഗശാല 1911. അങ്ങനെ രാജയോഗം വന്നു കഴിഞ്ഞപ്പോൾ അടുത്തത് ശിവയോഗ വിലാസം അല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഓർക്കാൻ പറഞ്ഞു. അങ്ങനെ മൂപ്പര് യജമാനനായി അല്ലേ, ആ നാട്ടിലെ യജമാനനായി. ഇപ്പം യജമാനൻ മാസിക 1939. അങ്ങനെ യജമാനനായി കഴിഞ്ഞപ്പോൾ അവരുടെ താഴെ വർക്ക് ചെയ്യാൻ വേണ്ടി കുറേയധികം തൊഴിലാളികളൊക്കെ ഉണ്ടായി. അപ്പോൾ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് വാഗ്ഭടാനന്ദനാണെന്ന് കിട്ടും. അങ്ങനെ തൊഴിലാളികളൊക്കെ ആയപ്പോൾ മൂപ്പർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു അല്ലേ. ആത്മവിദ്യാ ലേഖമാല, ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യാകാഹളം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. ദെൻ ആത്മവിശ്വാസമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് കാശൊക്കെ ആയപ്പോൾ സ്വന്തമായിട്ട് കവിത എഴുതാനും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അഭിനയിക്കാനൊക്കെ തുടങ്ങി. ഓക്കെ, കവിത എഴുതാനും സ്വതന്ത്രമായി ചിന്തിക്കാനും അഭിനയിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. ഇത്രയും കിട്ടിയല്ലോ. അങ്ങനെ മാത്രമല്ല, അഭിനയിക്കാൻ മാത്രമല്ല, നാട്ടിലെ ഉത്സവങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കൊട്ടിയൂർ ഉത്സവപ്പാട്ട് വാഗ്ഭടാനന്ദനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, അപ്പോൾ ഈ 3 പേരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ
ചെറിയ ചെറിയ കഥകളിലൂടെയും കോഡ്സിലൂടെയൊക്കെ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മൾ തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ക്ലാസ്സുകൾ തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്താണെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നോളും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്